ദാനിയേലും കൂട്ടുകാരും ബാബിലോണിൽ നേരിടേണ്ടി വന്ന രണ്ടാമത്തെ പരിശോധന രാജഭോജനത്തിൽ പങ്കുകാരാകുക എന്നുള്ളതാണ്. ദാനിയേലിനും സുഹൃത്തുക്കൾക്കും ഒരിക്കലും പ്രായോഗികമാക്കുവാൻ പാടില്ലാത്ത ഒരു നിർദ്ദേശമായിരുന്നു ഇത്. കാരണം യഹോവയുടെ ന്യായപ്രമാണത്തിലെ ഭോജന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് വിജാതീയ ആഹാരക്രമം. സകല ജാതികളിൽ നിന്നും തികച്ചും വ്യത്യസ്തരായി തങ്ങളെ സൂക്ഷിക്കുവാനും തൻ്റെ പ്രത്യേക സമ്പത്തായിരിക്കുവാനുമാണ് ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകിയത്. അവർ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കുവാൻ പാടില്ല. അശുദ്ധിയുള്ള മൃഗങ്ങളെ ഭക്ഷിക്കുവാൻ പാടില്ല. ഭക്ഷിക്കുവാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ള മൃഗങ്ങളുടെ തന്നെ കൊഴുപ്പും രക്തവും ഭക്ഷിക്കുന്നത് ദൈവം വിലക്കിയിട്ടുണ്ട്. സമ്പൂർണ്ണമായ വീഞ്ഞ് നിരോധനം ന്യായപ്രമാണത്തിൽ കാണുന്നില്ല എങ്കിലും ബാബിലോൺ ആചാരമനുസരിച്ച് രാജഭോജനം പോലെ വീഞ്ഞും വിഗ്രഹങ്ങൾക്ക് അർപ്പിക്കുന്നവയാണ്. അതുപോലെ തന്നെ ദാനിയേലും കൂട്ടുകാരും നാസീർ വ്രതക്കാരായിരിക്കുവാനുള്ള സാധ്യതകളും ഉണ്ട്. ആ സാധ്യതയും നമുക്ക് തള്ളിക്കളയുവാൻ സാധിക്കുകയില്ല. നാസർ എന്ന എബ്രായ ധാതുവിന് വേർപെടുക എന്നാണ് അർത്ഥം. ജീവിതം മുഴുവനുമോ ഒരു പ്രത്യേക കാലയളവിലേക്കോ മറ്റുള്ളവരിൽ നിന്ന് വേർപെട്ട് ദൈവിക ശുശ്രൂഷകൾക്കായി പൂർണ്ണമായി സമർപ്പിക്കപ്പെടുന്ന വ്രതമാണ് നാസീർ വ്രതം. പൗരോഹിത്യം ലേവ്യ ഗോത്രത്തിന് മാത്രമായിരിക്കുമ്പോൾ ഇസ്രായേലിലെ ഏതൊരു പുരുഷനും സ്ത്രീക്കും ഈ നിലയിൽ തങ്ങളെ സമർപ്പിക്കാം. കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിക്കേണ്ടി വന്നതുപോലെയുള്ള ഒരു സാഹചര്യമല്ല ഇത്. കാരണം നമ്മുടേതിൽ നിന്നും തികച്ചും വിഭിന്നമായ മൂല്യങ്ങളുള്ള ഒരു സമൂഹവുമായി ഇടപഴകേണ്ടി വരുമ്പോൾ നമുക്ക് തൃപ്തികരമല്ലെങ്കിലും ആത്മീയ മൂല്യങ്ങൾക്ക് എതിരല്ലാത്തവ ചെയ്യുവാൻ നാം നിർബന്ധിതരായേക്കാം. മനുഷ്യനൊരു സാമൂഹ്യ ജീവിയായതിനാൽ വീണ്ടെടുക്കപ്പെട്ടവരെ സംബന്ധിച്ച് ആത്മീയ മൂല്യങ്ങൾക്കോ ദൈവവചന പ്രമാണങ്ങൾക്കോ എതിരല്ലാത്തവ സ്വീകരിക്കുവാനോ നിരാകരിക്കുവാനുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ അവകാശമായ ഇസ്രായേൽ ജനത്തിന് മോശയിലൂടെ നൽകപ്പെട്ട ന്യായപ്രമാണത്തിലെ ഭോജന നിയമങ്ങൾക്ക് വിരുദ്ധമാണ് ബാബിലോണിലെ ആഹാരക്രമം. അത് ഒരുവനെ അശുദ്ധമാക്കുന്നു. മൂന്നാമതായി, ഈ ബാലന്മാർക്ക് കൽദയ പേരുകൾ നൽകപ്പെടുകയാണ്. കൽദയ പേരുകൾ അവർക്ക് നൽകപ്പെടുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയ്ക്ക് സർവ്വ ആദരവും കൊടുക്കുന്ന പേരുകളാണ് ഈ കൗമാരക്കാർക്കുണ്ടായിരുന്നത്. ദാനിയേൽ, അതുപോലെ മീശായേൽ, ഈ രണ്ട് പേരുകളും അവസാനിക്കുന്നത് ഏൽ എന്ന ശബ്ദത്തിലാണ്. ഏൽ എന്നാൽ ദൈവം എന്നാണ് അർത്ഥം. അതുപോലെ ഹനന്യാവ്, അസര്യാവ്, ഈ രണ്ട് പേരുകളും അവസാനിക്കുന്നത് യാഹ് എന്ന ശബ്ദത്തിലാണ്. യാഹ് എന്നത് യഹോവ എന്ന നാമത്തിൻ്റെ സംഗ്രഹമാണ്. ദൈവത്തെ ഭയപ്പെടുന്ന മാതാപിതാക്കൾക്ക് ജനിച്ചു വളർത്തപ്പെട്ടതുകൊണ്ടാണ് സ്വാഭാവികമായും ദൈവത്തിന് ആദരവ് നൽകുന്ന വിധത്തിലുള്ള പേരുകൾ അവർക്ക് നൽകപ്പെട്ടത്. അവരുടെ പേരുകളുടെ അർത്ഥം ഇപ്രകാരമാണ്: ദാനിയേൽ എന്നാൽ ദൈവം എൻ്റെ ന്യായാധിപതി, ഹനന്യാവ് എന്നാൽ യഹോവ കൃപാലു, മീശായേൽ എന്നാൽ ദൈവത്തിന് തുല്യൻ ആർ, അസര്യാവ് എന്നാൽ യഹോവ സഹായിച്ചു. ഈ എബ്രായ പേരുകൾ ഒരു വ്യക്തിയെ വിളിക്കുവാൻ ഉപയോഗിക്കുന്ന കേവലം പദം മാത്രമല്ല, പ്രത്യുത ഒരുവൻ്റെ സ്വഭാവത്തെയും പ്രകൃതത്തെയും, ക്യാരക്ടർ ആൻഡ് നേച്ചർ, വെളിപ്പെടുത്തുന്ന പദം കൂടെയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ ഇപ്രകാരമാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്: നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 6-ാം വാക്യം. നീ ലോകത്തിൽ നിന്നും എനിക്ക് തന്നിട്ടുള്ള മനുഷ്യർക്ക് ഞാൻ നിൻ്റെ നാമം വെളിപ്പെടുത്തിയിരിക്കുന്നു. ഈ വാക്കുകൾ എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന പ്രസ്താവനയ്ക്ക് തുല്യമാണ്. അതായത് യേശുക്രിസ്തു ദൈവത്തിൻ്റെ നാമം വെളിപ്പെടുത്തി എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ സ്വഭാവവും ദൈവത്തിൻ്റെ പ്രകൃതിയും, അഥവാ ദൈവത്തെ തന്നെ വെളിപ്പെടുത്തി എന്ന ആശയമാണ്. അപ്പോൾ എബ്രായ പേരുകൾ അതിൻ്റെ പ്രത്യേകത എന്നുള്ളത് ആ പേരുകൾ ഒരു വ്യക്തിയുടെ സ്വഭാവത്തെയും പ്രകൃതത്തെയും വെളിപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ഈ കൽദയ കലാലയത്തിൽ 3 വർഷ പഠനത്തിന് പ്രവേശിക്കപ്പെട്ട ഈ യഹൂദപുത്രന്മാരുടെ പേരുകൾക്ക് മാറ്റം സംഭവിച്ചത് ഇപ്രകാരമാണ്: ദാനിയേൽ എന്ന പേര് ബേൽഷസർ എന്ന് മാറ്റപ്പെടുന്നു, ഹനന്യാവ് എന്ന പേര് ശദ്രക്ക് എന്ന് മാറ്റപ്പെടുന്നു, മീശായേൽ എന്ന പേര് മേശക്ക് എന്ന് മാറ്റപ്പെടുന്നു, അസര്യാവ് എന്ന പേര് അബേദ്നഗോ എന്ന് മാറ്റപ്പെടുന്നു. ബേൽഷസർ എന്ന പേരിൻ്റെ അർത്ഥം ബേൽ അവൻ്റെ ജീവനെ സംരക്ഷിക്കട്ടെ. ബാബിലോണിലെ പ്രധാന ദേവനാണ് ബേൽ. മാർഡുക്ക് എന്നും തനിക്ക് മറ്റൊരു പേരുണ്ട്. ശദ്രക്ക്, ആ പേരിനർത്ഥം അഗുവിൻ്റെ ആജ്ഞ. അഗു പുരാതന ബാബിലോണിലെ ചന്ദ്രദേവനാണ്. മേശക് എന്ന പേരിൻ്റെ അർത്ഥം അഗുവിന് തുല്യൻ ആർ.
അബേദ്നെഗോ, ആ പേരിനർത്ഥം നെബോയുടെ ദാസൻ. നെബോ അല്ലെങ്കിൽ നെഗോ, അത് ബേൽ ദേവൻ്റെ പുത്രനായി കരുതപ്പെടുന്ന ദേവനാണ്. ഇങ്ങനെ ഈ നിലയിൽ എബ്രായ പേരുകൾ മാറ്റപ്പെട്ട് കൽദയ അർത്ഥങ്ങളുള്ള പേരുകൾ അവർക്ക് നൽകപ്പെടുകയാണ്. യഹോവയ്ക്ക് വിധേയപ്പെടുന്ന യഹോവയുടെ ദാസന്മാരുടെ സ്വഭാവവും പ്രകൃതിയും ഇല്ലായ്മ ചെയ്ത് അവരെ അന്യദൈവാരാധകരാക്കി ബാബിലോൺ സംസ്കാരത്തോട് ഇടകലർത്തുവാനുള്ള മനഃപൂർവമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. തന്മൂലം ലോകത്തിൻ്റെ കണ്ണിൽ യഹൂദാപുത്രന്മാർ ബാബേൽ പുത്രന്മാരായി മാറും. കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിക്കേണ്ടി വന്നതിനോടൊപ്പം തന്നെ പേരിനും മാറ്റം സംഭവിക്കുകയാണ്. വേർപാടിൻ്റെയും വിശുദ്ധിയുടെയും അനുഭവത്തിൽ തുടരുന്നതിന് യാതൊരു സാധ്യതകളുമില്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് യഹൂദാപുത്രന്മാർ, അതും യൗവനക്കാർ, എത്തപ്പെട്ടിരിക്കുകയാണ്. വിട്ടുവീഴ്ചയുടെ ഉപദേശം അല്ലെങ്കിൽ ഡോക്ട്രിൻ ഓഫ് കോംപ്രമൈസ് പ്രായോഗികമാക്കുവാനുള്ള എല്ലാ സാധ്യതകളും ഇവിടെ ഒരുങ്ങിയിട്ടുണ്ട്. എന്നാൽ ദാനിയേലിൻ്റെയും സുഹൃത്തുക്കളുടെയും ജീവിതം ശ്രദ്ധിച്ചാൽ നമുക്കറിയാം, വചനത്തിൻ്റെ ദൈവത്തിൻ്റെ കൽപ്പനകളോട് 100% വിശ്വസ്ത പുലർത്തിക്കൊണ്ട് യാതൊരുവിധ വിട്ടുവീഴ്ചകളുമില്ലാതെ സുസ്ഥിരമായൊരു ജീവിതമാണ്, വേർപാടിൻ്റെ അനുഭവത്തിലുള്ള ജീവിതമാണ് അവർ ബാബിലോണിൽ കാഴ്ചവെച്ചത്. നാലാമത്, ബാബിലോണിൽ ഈ യൗവനക്കാർ നേരിടേണ്ടി വന്ന നാലാമത്തെ പരിശോധന ഷണ്ണന്മാരാക്കപ്പെടുക എന്നുള്ളതാണ്. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടില്ലാത്തതും എന്നാൽ ദാനിയേലും കൂട്ടരും ബാബിലോണിൽ അഭിമുഖീകരിക്കുകയും ചെയ്ത വലിയ ഒരു പരിശോധനയായിരുന്നു ഷണ്ണന്മാരാക്കപ്പെടുക എന്നത്. ഇവിടെ അല്പം ചരിത്രം നാം പരിശോധിക്കാം. യഹൂദയിലെ 13ാമത്തെ രാജാവായിരുന്ന ഹിസ്കിയാവിന് യെശയ്യാ പ്രവാചകൻ മുഖാന്തരം യഹോവ നൽകിയ അരുളപ്പാട് നമുക്കൊന്ന് ശ്രദ്ധിക്കാം. അപ്പോൾ യെശയ്യാവ് ഹിസ്കിയാവിനോട് പറഞ്ഞത്, സൈന്യങ്ങളുടെ യഹോവയുടെ വചനം കേട്ടുകൊള്ളുക. നിൻ്റെ രാജധാനിയിലുള്ളതൊക്കെയും നിൻ്റെ പിതാക്കന്മാർ ഇന്നുവരെ ശേഖരിച്ചു വച്ചിട്ടുള്ളതും ഒട്ടൊഴിയാതെ ബാബേലിലേക്ക് എടുത്തുകൊണ്ടുപോകുന്ന കാലം വരുന്നു. നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുത്ഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആ 7ാം വാക്യം ശ്രദ്ധിക്കുക. യെശയ്യാവ് മുഖാന്തരം ഹിസ്കിയാവിനോട് പറയുകയാണ്, നീ ജനിപ്പിച്ചവരായി നിന്നിൽ നിന്നുത്ഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്യുന്നു. അതായത് നിൻ്റെ ഗൃഹകാര്യം ക്രമത്തിലാക്കുക, നീ മരിച്ചു പോകുമെന്ന ദൈവീക അരുളപ്പാടിന് മുൻപിൽ മുഖം ചുമരിൻ്റെ നേരെ തിരിച്ച് കൈപ്പോടെ കരഞ്ഞ ഹിസ്കിയാവിൻ്റെ ആയുസ്സിനോട് ദൈവം 15 സംവത്സരം കൂട്ടിക്കൊടുത്തു. ആ സമയത്ത് ബാബേൽ രാജാവായിരുന്ന മെരോദാക് ബലദാൻ ഹിസ്കിയാവിന് ലഭിച്ച സൗഖ്യത്തെക്കുറിച്ച് കേട്ടിട്ട് എഴുത്തും സമ്മാനവുമായി ഒരു സംഘത്തെ യെരുശലേമിലേക്ക് അയച്ചു. അത് യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രകാരമാണ്. 39-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. ഹിസ്കിയാവ് അവരെക്കുറിച്ച് സന്തോഷിച്ച് തൻ്റെ ഭണ്ഡാരഗൃഹവും പൊന്നും വെള്ളിയും സുഗന്ധവർഗവും പരിമള തൈലവും ആയുധശാല ഒക്കെയും തൻ്റെ ഭണ്ഡാരത്തിലുള്ള സകലവും അവരെ കാണിച്ചു. തൻ്റെ രാജധാനിയിലും തൻ്റെ ആധിപത്യത്തിൽപ്പെട്ട സകലത്തിലും ഹിസ്കിയാവ് അവരെ കാണിക്കാത്ത ഒരു വസ്തുവുമില്ലായിരുന്നു. യെശയ്യാവ് രേഖപ്പെടുത്തിയിരിക്കുന്നതാണ്. സന്തോഷത്താൽ മതിമറന്ന ഹിസ്കിയാവ് തൻ്റെ ആയുസ്സിനോട് 15 സംവത്സരം കൂടെ ദൈവം നീട്ടിക്കൊടുത്തു. അതിന് അഭിനന്ദിച്ചുകൊണ്ട് എഴുത്തും സമ്മാനവുമായി ഈ ബാബേൽ രാജാവായ മെരോദാക് ബലദാൻ്റെ ആളുകൾ യെരുശലേമിലേക്ക് വന്നപ്പോൾ സന്തോഷത്താൽ മതിമറന്ന ഹിസ്കിയാവ് വലിയ ഒരു ഭോഷത്വമാണ് ഇവിടെ ചെയ്യുന്നത്. യഹൂദയിലെ എണ്ണമറ്റ സമ്പത്തിനെക്കുറിച്ച് ബാബിലോണിൽ അറിയുവാൻ, കൽദയദേശത്ത് അറിയുവാൻ ഈ പ്രവൃത്തി മൂലം ഇടവന്നു. നെബൂഖദ്നേസറിൻ്റെ യെരുശലേം ആക്രമണത്തിൻ്റെ ഒരു പ്രധാന കാരണം ഈ സമ്പത്ത് കൊള്ളയടിക്കുക എന്ന് തന്നെയായിരുന്നു. അതുകൊണ്ടാണ് ഹിസ്കിയാവിൻ്റെ ഈ പ്രവൃത്തി യഹോവയ്ക്ക് അനിഷ്ടമായത്. ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ ന്യായവിധി മുന്നറിയിക്കുമ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധേയമാണ്. നിന്നിൽ നിന്നുത്ഭവിക്കുന്ന നിൻ്റെ പുത്രന്മാരിലും ചിലരെ അവർ കൊണ്ടുപോകും. അവർ ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ണന്മാരായിരിക്കും. ഈ ഹിസ്കിയാവിൻ്റെ മകനായിരുന്നു മനശ്ശെയുടെ മകനായിരുന്നു ആമോൻ്റെ മകനായ യോശിയാവിൻ്റെ കാലത്താണ് ദാനിയേൽ ജനിക്കുന്നത്. യോശിയാവിൻ്റെ മകനായ യെഹോയാക്കീമിൻ്റെ കാലത്താണ് ദാനിയേൽ പ്രവാസിയായി കൊണ്ടുവരപ്പെട്ടത്.
നെബൂഖദ്നേസർ രാജാവിൻ്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരപ്പെട്ട ദാനിയേൽ അടക്കമുള്ള യഹൂദാപുത്രന്മാർ രാജസന്തതികളായിരുന്നു എന്നതും, ഷണ്ഡന്മാരിൽ പ്രധാനിയായ അശ്പനാസിൻ്റെ കീഴിലാണ് അവർ കൽദയരുടെ വിദ്യയും ഭാഷയും അഭ്യസിച്ചത് എന്നതും ഹിസ്കിയാവിന് നൽകപ്പെട്ട ന്യായവിധിയുടെ സന്ദേശത്തോട് ചേർത്ത് വായിക്കുമ്പോൾ മനുഷ്യർ ഷണ്ഡന്മാരാക്കിയ ഷണ്ഡന്മാരായി ഈ യഹൂദാപുത്രന്മാർ മാറ്റപ്പെട്ടു എന്ന് ന്യായമായും മനസ്സിലാക്കാം.